കാത്തുമ്മേനെ ഒന്ന് എടുത്ത് സോപ്പിട്ട് ഒന്ന് മയക്കി അവിടെ വെച്ചിട്ട് വേണം എനിക്കെൻ്റെ വൈകുന്നേരത്തെ കലാപരിപാടികളിലേക്ക് കിടക്കാൻ. അടിച്ചു വാരണം, തുടക്കണം, അങ്ങനെ കുറച്ച് പണിയുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കൊയക്കട്ടയാക്കണം ഇന്ന് സ്പെഷ്യലായിട്ട്. അപ്പോൾ അതിന് കുറച്ച് അധിക സമയം വേണ്ടി വരും. അങ്ങനെ അടിച്ചു വാരൽ, തുടക്കൽ അങ്ങനത്തെ എല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ തീർത്തിട്ട് കൊയക്കട്ടയ്ക്ക് കുഴച്ച് വെച്ചിട്ട് വേണം എനിക്ക് കുളിക്കാൻ പോകാൻ. അപ്പോൾ കുളിച്ച് കഴിഞ്ഞ് വിളക്കും കത്തിച്ചിട്ട് വേണം കൊയക്കട്ട ആക്കാൻ നിൽക്കാൻ. അപ്പോൾ വേറൊരു കൊയക്കട്ട, അന്നേരം അത് കൊയക്കട്ട എന്ന് പറഞ്ഞാൽ ഒരു കൊയക്കട്ടേൻ്റെ കഥ ഓർമ്മ വന്നേ. പണ്ടൊരാൾ ഒരു വീട്ടിൽ നിന്ന് ഒരു കൊയക്കട്ട അയച്ചു. അപ്പോൾ അയാൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. അപ്പോൾ ആ വീട്ടുകാരോട് അതിൻ്റെ പേര് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ പേര് കൊയക്കട്ട എന്നാണ്. അപ്പോൾ അയാൾ വിചാരിച്ചു വീട്ടിൽ പോയിട്ട് അയാളെ ഭാര്യയോട് ആ ഒരു കൊയക്കട്ട ഉണ്ടാക്കി തരാൻ പറയണമെന്ന്. അപ്പോൾ പേര് മറന്നു പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അയാൾ പോകുന്ന വഴിയെല്ലാം കൊയക്കട്ട എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് നടന്ന് പോകുമ്പോൾ അയാൾ പെട്ടെന്ന് തെന്നി വീണപ്പോൾ ആ തെന്നി വീണതിൽ അയാൾ ആ ഡിഷിൻ്റെ കൊയക്കട്ടേൻ്റെ പേര് മറന്നുപോയി. അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് കൊയക്കട്ടേൻ്റെ പേര് മറന്നുപോയി. അപ്പോൾ വീട്ടിലെത്തിയിട്ട് ഭയങ്കര സങ്കടമായി. കാരണം ഭാര്യയോട് പറയണ്ടെങ്കിൽ കൊയക്കട്ടേൻ്റെ പേരെന്താണെന്ന് അറിയണ്ടേ. അത് പറഞ്ഞു. അപ്പോൾ അയാളെ നെറ്റിക്ക് ഇങ്ങനെ മുഴച്ചിട്ടുണ്ടേന് വഴുതി വീണിട്ട്. അപ്പോൾ അയാളെ ഭാര്യ അയാളോട് ചോദിച്ച്, ഇതെന്താ നിങ്ങളെ നെറ്റിയിൽ ഇങ്ങനെ കൊയക്കട്ട പോലെ പൊന്തി വന്നിനേന്ന്. അപ്പോഴേക്ക് സന്തോഷമായി. കാരണം ആ ഡിഷിൻ്റെ പേര് കിട്ടി, അത് കൊയക്കട്ട എന്നാണ്. അപ്പോൾ അങ്ങനെ അയാൾ ഭാര്യയോട് പറഞ്ഞിട്ട് കൊയക്കട്ട ഉണ്ടാക്കി. കൊയക്കട്ടേൻ്റെ പേരങ്ങനെ ഓർമ്മ വന്ന്. അപ്പോൾ ഈ കഥ പറയുന്ന സമയം കൊണ്ട് നമ്മളെ കൊയക്കട്ട അവിടെ റെഡി ആയിട്ടുണ്ട്. കൊയക്കട്ട റെഡിയായിട്ട് ഇത് മുറിച്ച് ആവിക്ക് വെച്ച് മുറിച്ച് കഷ്ണമാക്കിയിട്ട് പിന്നെ അത് വറവിലിടുമ്പം ചീഞ്ചട്ടി വെച്ച് വെളിച്ചെണ്ണ വെച്ച് കടുകിട്ട് വറ്റൽമുളകിട്ട് കറിവേപ്പില ഇട്ടിട്ട് കൊയക്കട്ട എണ്ണത്തിട്ട് മിക്സ് ആക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ വല്ല എന്തെങ്കിലും മസാല, അതായത് ഒന്നിക്ക് ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇടുക. ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്കിങ്ങനെ ആക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ കാത്തുമ്മക്ക് എരിവില്ലാണ്ട് കൊയക്കട്ട കുറച്ചാക്കാമെന്ന് വെച്ചാൽ തിന്നുമോയെന്നറിയില്ല, എന്നാലും നമ്മൾ തിന്നുമ്പോഴും ഓക്ക് വേണം തോന്നുമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് ഓക്കാക്കി വെച്ച്. പക്ഷേ അതിനെക്കൂടെ ഒരു പ്രയോജനമില്ലായിരുന്നു. കാരണം ഓക്ക് വേണ്ടത് നമ്മളെ എരിവുള്ള കൊയക്കട്ടയായിരുന്നു. അപ്പോൾ ഓള അതാ തിന്നെ. അപ്പോൾ ഓളെ കൊയക്കട്ട ഞാൻ തിന്ന്. പിന്നെന്താ ചെയ്യുക. അപ്പം ഞാൻ ഈ കൊയക്കട്ടേൻ്റെ കഥ കേട്ടത് എവിടെയോ വായിച്ചതാണ്. അങ്ങനെ നമ്മളെ കൊയക്കട്ട റെഡിയായി. അപ്പോൾ ഓരോരോ ആൾക്കാരും പലതരത്തിലായിരിക്കും കൊയക്കട്ട ഉണ്ടാക്കുക. നമ്മളെ വീട്ടിലുള്ള എങ്ങനെയാണ് കൊയക്കട്ട ഉണ്ടാക്കൽ? ചിലവർ അതിൻ്റെ ഉള്ളിൽ മധുരം നിറച്ചിട്ടാക്കും.